എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഞാൻ എൻ്റെ ലഡാക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, ലൈഫിലെ ആദ്യത്തെ വ്ളോഗാണ്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു ജേണലായിട്ട് കീപ്പ് ചെയ്യാം. ഞാനും വയറിനാണെങ്കിൽ വയറിലായിക്കോട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. രസമാണ്. എൻ്റെ ഒരു വെർഷൻ, ഒരു ലഡാക്ക് ട്രിപ്പ്. ഞാൻ കുറേ ലഡാക്ക് ട്രിപ്പ് ഇങ്ങനെ യൂട്യൂബിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഇതിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വന്നത്. എല്ലാ ബൈക്കേഴ്സിനും ഒരു സ്വപ്നമാണല്ലോ ലഡാക്ക് ട്രിപ്പ് പോകണമെന്നത്. അത് ഞാനും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇന്നെൻ്റെ ആദ്യത്തെ ദിവസമാണ്. വയനാട് നിന്ന് ആദ്യം കോയമ്പത്തൂർ പോവുകയാണ്. അപ്പോൾ കോയമ്പത്തൂർ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കിഷോർ, അഡ്വഞ്ചർ 390. അപ്പോൾ അവനും ഞാനും കൂടി റൈഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് ഹൈദരാബാദ് പോകും. ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിൽ നിന്ന് സാഗറിൽ നിന്ന് ആഗ്രയിൽ നിന്ന് ഭരത്ഗഡ് നിന്ന് ദാർച്ചയിൽ നിന്ന് നേരെ ലഡാക്ക്. പിന്നെ ആ ഒരു ഫുൾ സ്ട്രിപ്പ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ വയനാട് നമ്മുടെ സോസ്റ്റൽ അറിയാലോ, ഞാൻ താമസിക്കുന്ന പ്രോപ്പർട്ടി. എൻ്റെ സർക്യൂട്ട് വീൽസ് നമ്മുടെ സൈക്ലിംഗ് ആക്ടിവിറ്റിയുള്ള പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ചെമ്പ്ര പീക്കിലാണത്. അപ്പോൾ ചെമ്പ്ര പീക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചായ കുടിച്ച് നേരെ വന്ന് ബന്ദിപ്പൂർ കയറുകയാണ്. ബന്ദിപ്പൂർ വഴി നേരെ കുണ്ടൽപേട്ടിൽ നിന്ന് ചാമരാജ് നഗറിൽ നിന്ന് കനകപുര ഹൈവേ പിടിച്ചിട്ട് നേരെ നൈസ് റോഡും പിടിച്ച് ബാംഗ്ലൂർ. ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഇനി നല്ല രസമുണ്ട്. ബന്ദിപ്പൂർ എത്ര യാത്ര ചെയ്താലും മതിയാവില്ല. എന്ത് രസമാണെന്നൊരു ആ റോഡും ഒരു എന്താ പറയുക, സ്വപ്ന യാത്ര എന്നൊക്കെ പറയാം. ഭാഗ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ആനയോ മാനിനെയോ. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാണെന്നാണ് കണ്ടത്. കാരണം ഭയങ്കര സീനറിയാണ് അവിടെ. മടുക്കാത്ത ബാംഗ്ലൂർ പോകുന്നവരോ അല്ലെങ്കിൽ കർണാടകയിൽ കേരളത്തിൽ വരുന്നവരോ ഇവിടെ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഓണത്തിനുള്ള പൂക്കളൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരും. ഒരു സൈഡ് മൊത്തം റെഡ്, ഒരു സൈഡ് മൊത്തം യെല്ലോ. അത് കാണേണ്ട ഒരു സമയം. പക്ഷെ എനിക്ക് ഈ ബൈക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഇറങ്ങി പിന്നെ അവിടെ പോയി ഫോട്ടോ അതൊന്നും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കാണാൻ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ റൈഡ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നിർത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചിലപ്പോൾ ഒരു 100 കിലോമീറ്ററൊക്കെ ഉണ്ടാക്കി ഒന്ന് നിർത്തി ഒരു ചായ കുടിച്ചിങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകണം. ചില സമയത്ത് നമ്മുടെ ബാക്കൊക്കെ പെയിൻ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ പൊതുവെ ഈ സ്റ്റോപ്പിങ് വളരെ കുറവാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എൻ്റെ കുറച്ച് ബൈക്കിൻ്റെ സർവീസസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.